ഈ കൊച്ചുളുപ്പങ്കാലത്ത് ഒരുങ്ങിക്കെട്ടി എവിടേക്കാന്നല്ലേ. ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരിടം വരെ പോവാണ് കേട്ടോ. എവിടെയാ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ എക്സാമിന് വന്നേക്കാണ്. അതെ, ആരുടെ ഇവളുടെ എന്ത് എക്സാം? കോളേജ് തുറന്നിട്ടില്ല. പ്രോമെട്രിക് എക്സാം എഴുതാൻ വേണ്ടി ഇത്ര ശുഷ്കാന്തിയിൽ 9 മണിക്ക് എക്സാം പറഞ്ഞിട്ട് 7:30ക്ക് നേരത്തെ എത്തിച്ചേർന്ന കുട്ടി ഡെഡിക്കേറ്റഡ്. അങ്ങനെ രാവിലെ തന്നെ കോളേജിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവൾ നേരെ എക്സാം എഴുതാൻ കയറി കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കോളേജിൽ പകുതി മൊത്തം ഞാൻ കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പാട്ട് കേട്ടു, കുറേ വായി നോക്കി ഇരുന്നു, പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കുറച്ച് നേരം ഇരുന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആളുടെ എക്സാം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. പാവം കുറേ ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കൂളാക്കി വിട്ടിട്ടുണ്ട്. പാസ്സാവട്ടെ, അപ്പം നമുക്കൊരു ഗുഡ് റിസൾട്ട് അറിയാം. ഗൈസ്, അവളിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. അവളുടെ സൗണ്ട് കേട്ടിട്ട് എന്തോ വിഷമമുള്ള പോലൊക്കെ എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താണെങ്കിലും നോക്കി വെക്കാം. മിക്കവാറും ഞാനിപ്പോൾ വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായി. ഞാൻ എന്നെ പിടിച്ച് നോക്കൂ ഗൈസ്, കണ്ടില്ലേ ആടി ആടി വരുന്നത്. എന്തായി എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. എപ്പോഴാണ് റിസൾട്ട് വരുന്നത്? 7 to 10 days എന്ന് പറഞ്ഞ് ചില പിള്ളേരൊക്കെ ഇപ്പം തന്നെ അറിയുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ ചിലവരൊക്കെ പാസ്സായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അമ്മേനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ എടുക്കണം. ഞാനിപ്പോൾ തന്നെ നോക്കട്ടെ. ശിവനെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. അവൻ പറഞ്ഞ പോലെ മെഡിക്കൽ എത്തിക്സ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാനലയുടെ സൈസും അതിലൊക്കെ ഇങ്ങനെ സൈഡിൽ പിടിച്ചു പോയി ഒക്കെ ആലോചിച്ചിട്ടല്ലേ. നമുക്ക് എക്സാം 3 hours ആണ്. അതായത് 9 to 12 ആണ്. 11:42 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇല്ലില്ല 9 o'clock എക്സാം തുടങ്ങിയില്ല. പിന്നെ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് അത് 50 ക്വസ്റ്റ്യൻ ശരിയാവും അല്ലേ ഗൈസ്? ശരിയാവും, പാസ്സാവും. അത് ആ വീട്ടിൽ നമുക്ക് പിന്നെ ഇതൊരു കണ്ടന്റ് പഠിക്കണം. പാവം പഠിക്കായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ക്യാബ് വന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂം